കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത ആളാണ് രാഹുൽ ഗാന്ധിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോതമംഗലത്ത് LDF കൺവെൻഷന് മുന്നോടിയായി നടന്ന വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം. പ്രാദേശിക പ്രവർത്തകന്റെ വിവരം പോലും രാഹുൽ ഗാന്ധിക്കില്ലെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. കോതമംഗലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉയർത്തിയത്. CPM BJP ഡീലിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചത്. അഖിലേന്ത്യാ നേതാവായ രാഹുൽ ഗാന്ധിക്ക് പ്രാദേശിക പ്രവർത്തകന്റെ വിവരം പോലുമില്ലെന്നും കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത വ്യക്തിയാണ് രാഹുൽ ഗാന്ധിയെന്നും പിണറായി വിജയൻ പറഞ്ഞു. രാഹുൽ ഗാന്ധി ഈ അഖിലേന്ത്യാ നേതാവാണ്. പക്ഷേ സാധാരണ പ്രാദേശിക നേതാവിൻ്റെ പ്രാദേശിക പ്രവർത്തകൻ്റെ കാര്യവിവരം പോലും ഇല്ല എന്നാണ് വസ്തുത. ഒരു കാര്യവും നേരെ ചൊവ്വേ മനസ്സിലാക്കാൻ തയ്യാറാകില്ല. പിന്നെ കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല. അതൊന്നും രാഷ്ട്രീയ നേതാവിന് ചേർന്ന ഗുണമല്ല. ഇത്രമാത്രം അധപ്പതനം എങ്ങനെയാണ് കോൺഗ്രസ്സുകാരാകെ സർവാദരണീയനായ നേതാവെന്ന് കാണുന്ന ഒരു നേതാവിനുണ്ടാകുന്നത് എന്ന് ഒരു തരത്തിലും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ നില എന്താ? രാഹുൽ ഗാന്ധിയും ഇന്ത്യയിലെ കോൺഗ്രസും രാജ്യത്തെ BJPയുടെ B ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. G. സുധാകരൻ പുതിയ ക്യാമ്പിലാണെന്നും അതിന്റെ ഭാഗമായുള്ള വാദങ്ങളാണ് അദ്ദേഹം ഉയർത്തുന്നതെന്നും പറഞ്ഞ മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സർക്കുലറിൽ BJP ഡീൽ വന്നത് അവിശ്വസനീയമാണെന്നും ഇത് കൈപ്പിഴയായി കണക്കാക്കാൻ പറ്റില്ലെന്നും കൂട്ടിച്ചേർത്തു. അവിശ്വസനീയമായ കാര്യം എങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുക? ഇത് ഏതെങ്കിലും ഒരാൾക്ക് പറ്റുന്ന ഒരു കൈപ്പിഴയായിട്ട് കണക്കാക്കാൻ പറ്റും? അങ്ങനെ വരുമോ? ഒരുപാട് ഉദ്യോഗസ്ഥർ ഈ കാര്യങ്ങൾ നോക്കേണ്ടതില്ല. അപ്പോൾ വളരെ തെറ്റായ ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ആ തെറ്റായ നടപടി സംബന്ധിച്ച് ഇത് അന്വേഷണം നടക്കുന്നുവെന്ന് നമ്മുടെ കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ എന്താണ്? അത് നാടാകെ അറിയേണ്ട കാര്യമാണ്. പ്രതിഭയ്ക്കെതിരായ വ്യക്തിഹത്യ മനോവൈകൃതമാണെന്ന് പറഞ്ഞ പിണറായി വിജയൻ വ്യക്തികളുടെ അന്തസ്സ് പാലിച്ചുകൊണ്ട് വിമർശനങ്ങൾ ഉന്നയിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.